അനധികൃത കൃത്രിമ പാരി നിർമ്മാണ വസ്തുക്കളുമായി കർണാടക ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബോട്ടും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വച്ചു. ആനയുടെ മുറിവിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്താനായില്ല. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കണ്ണിക്കുളങ്ങര നെടുമ്പുരയ്ക്കൽ മുഹമ്മദ് ഷാഫിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അനധികൃത കൃത്രിമ പാരി നിർമ്മാണ വസ്തുക്കളുമായി കർണാടക ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങൾ കൃത്രിമ പാരുകളാൽ നശിക്കപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബോട്ടും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തത്. അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും അടങ്ങിയ സംയുക്ത സംഘം അർദ്ധരാത്രി ആഴക്കടലിലും തീരക്കടലിലും നടത്തിയ AFAD നൈറ്റ് ഓപ്പറേഷനിലാണ് കർണാടക ഉടുപ്പി ജില്ലയിൽ മാൽപ്പെ സ്വദേശി വനജയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തത്. ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ കൃത്രിമ പാര് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ല. പലപ്പോഴും വലകൾ കൃത്രിമ പാരുകളിൽ കുടുങ്ങി വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കാറുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളും കന്നാസുകളും ചാക്കുകളും തെങ്ങിൻ്റെ ഓലയും കുലഞ്ചിലുകളും വലിയ തോതിൽ എത്തിച്ചു കൊടുക്കാൻ ചാവക്കാട് പ്ലാങ്ങാട് കേന്ദ്രീകരിച്ച് നിരവധി ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കോസ്റ്റൽ ഇൻസ്പെക്ടർ TP ഹർഷാദിന്റെയും അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമ പാര് നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടികൾ പൂർത്തീകരിച്ച് 1,15,000 രൂപ ഈടാക്കി. ഫിഷറീസ് അന്വേഷണ ഓഫീസർ അശ്വിൻ രാജ്, മുനക്കക്കടവ് കോസ്റ്റൽ SIമാരായ സുമേഷ് ലാൽ, ലോഫി രാജ്, ASI സഞ്ജയ്, CPOമാരായ ശരത്, ജോഷി, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ ER ഷിനിൽകുമാർ, VN പ്രശാന്ത് കുമാർ, VM ഷൈബു, മെക്കാനിക് ജയചന്ദ്രൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും സംയുക്ത സംഘത്തിന്റെ രാത്രികാല പരിശോധനകൾ ആഴക്കടലിലും തീർക്കടലിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും കടലിൽ കൃത്രിമ പാര് നിർമ്മിക്കുന്നതിനായി ഇത്തരം പ്ലാസ്റ്റിക് വസ്തുക്കളും കുലഞ്ചിലുകളും ഓലപ്പട്ടകളും കയറ്റിവരുന്ന വാഹനങ്ങൾ പരിശോധിച്ച് കസ്റ്റഡിയിലെടുത്ത് കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വച്ചു. ആന്റിബയോട്ടിക്കുകളും നൽകി. ആനയുടെ മുറിവിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്താനായില്ല. കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനായി ദൗത്യസംഘം 4 റൗണ്ടാണ് മയക്കുവെടി വെച്ചത്. ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത്. വെറ്റിലപ്പാറയ്ക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് കാട്ടാന ഉള്ളത്. മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിന് തൊട്ടു മുൻപ് ദൗത്യസംഘത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം കാടുകയറിയ കാട്ടാന ഇന്ന് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയതോടെയാണ് ദൗത്യസംഘത്തിന് കാര്യങ്ങൾ എളുപ്പമായത്. പരിക്കേറ്റ ആന കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് മാറിയ സമയത്താണ് മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെക്കുന്നതിന് മുൻപ് നേർക്കുനേർ കാട്ടാന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തെങ്കിലും മറ്റു അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ല. ജനുവരി 15 മുതലാണ് മുറിവേറ്റ നിലയിൽ ആനയെ തോട്ടത്തിൽ കണ്ടു തുടങ്ങിയത്. തുടർന്ന് വനം വകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കണ്ണിക്കുളങ്ങര നെടുമ്പുരയ്ക്കൽ മുഹമ്മദ് ഷാഫിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെ കഴിഞ്ഞ ദിവസം മാള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വടമ എക്സൈസ് റേഞ്ച് ഓഫീസർ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിനും എക്സൈസ് പാർട്ടിയുടെ ലഹരി ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി ജനുവരി 21 നടത്തിയ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര പ്രദേശത്ത് 4 യുവാക്കളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ കയ്യിലിരുന്ന ബാഗ് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷണത്തിലാണ് 2 ദിവസങ്ങളിലായി പ്രതികളെ പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സബ് ഇൻസ്പെക്ടർ ശ്രീനി, GSI ജസ്റ്റിൻ,
GASI നജീബ്, പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ്, സനീഷ്, രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. പെരിഞ്ഞനത്ത് ഡയറക്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ. പാലക്കാട് കണ്ണമ്പ്ര പരുവശ്ശേരി ചമപ്പറമ്പ് വീട്ടിൽ സന്തോഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപ്പിന്നിയിൽ വീടുകളിൽ കയറിയിറങ്ങി ഡയറക്ട് മാർക്കറ്റിംഗ് നടത്തുന്ന തിരൂർ സ്വദേശിയായ യുവതിയെ വ്യാഴാഴ്ച പെരിഞ്ഞനം ദുർഗാനഗറിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഈ സമയം യുവതി ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് യുവതി കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും മെക്കാനിക്കുകളെയും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് രജിസ്ട്രേഷനിലുള്ള പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ ഫിനോയിൽ വിൽപ്പന നടത്തി വന്നിരുന്ന സന്തോഷിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന ആദർശ് എന്ന പേരുള്ള ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർമാരായ സൂരജ്, പ്രദീപ്, ജെയ്സൺ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ലിജു, ഇയാനി, പോലീസ് ഉദ്യോഗസ്ഥരായ ബിജു, നിഷാന്ത്, ഷിജു, അനന്തുമോൻ, പ്രിയ എന്നിവരാണ് അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. പുത്തഞ്ചിറ തെക്കുമുറി ഹൈസ്കൂൾ വാർഷികം ഉല്ലാസപ്പൂത്തിരി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നാവിദ ജോബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MP വിദ്യാധരൻ, ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷലീൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രധാനാധ്യാപിക KK ബിന്ദു, മാനേജർ MR സന്തോഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത അനീഷ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, വാർഡ് മെമ്പർ ശൈലജ സന്തോഷ്, BBC ഗോഡ്വിൻ റോഡ്രിക്സ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 5ാം ക്ലാസ്സിലെ ആദ്യ അഡ്മിഷനുകൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിന് മാളയിൽ തുടക്കമായി. ഹോളി ഗ്രേസിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഓഫ് സ്റ്റേജ് ഇനങ്ങളിലാണ് മത്സരം നടന്നത്. ശനിയാഴ്ച ഓഫ് സ്റ്റേജ് ഇനങ്ങളിലെ മത്സരം നടക്കും. പെയിന്റിംഗ്, ഡ്രോയിങ്, കഥാരചന, കാർട്ടൂൺ വര, പോസ്റ്റർ മേക്കിംഗ് മത്സരങ്ങളാണ് വെള്ളിയാഴ്ച നടന്നത്. ഞായറാഴ്ചയാണ് സ്റ്റേജ് ഇനങ്ങളിൽ മത്സരം തുടങ്ങുന്നത്. കലോത്സവം 28-ന് സമാപിക്കും. സ്റ്റേജ് ഇനം മത്സരങ്ങൾക്കായി മാള ഹോളി ഗ്രേസിൽ 4 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ദിനത്തിൽ ഫോട്ടോഗ്രാഫി മത്സരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷാവസ്ഥയുണ്ടായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തി പ്രശ്നം ശാന്തമാക്കി. ഇനി മറ്റു വാർത്തകളിലേക്ക്. അഴീക്കോട് IMUP സ്കൂളിൽ ശലഭോദ്യാനം ആരംഭിച്ചു. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ചിരിക്കുന്ന ശലഭോദ്യാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഇർഷാദുൽ മുസ്ലിം സംഘം ട്രസ്റ്റ് സെക്രട്ടറി PK അബ്ദുൽ ജബ്ബാർ മുഖ്യാതിഥിയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ PK ധർമ്മരാജൻ, ഹൈദ്രോസ്, സ്കൂൾ പ്രധാനാധ്യാപിക ബീന, നഴ്സറി വിഭാഗം PTA പ്രസിഡന്റ് PM മനാഫ്, കർഷകൻ കാസിം, ജാസ്മിൻ, സാജിദ എന്നിവർ സംസാരിച്ചു. ജപ്പാനിൽ ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം തട്ടിച്ച പ്രതി പിടിയിൽ. ജപ്പാനിലെ കമ്പനിയിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി വാഗ്ദാനം നൽകി തൃക്കൂർ കോന്നിക്കര പയ്യാക്കൽ വീട്ടിൽ രാധാകൃഷ്ണൻ മകൻ രാകേഷിൽ നിന്നും 3 ലക്ഷം രൂപ കൈപ്പറ്റുകയും ജോലിയോ പണമോ തിരികെ നൽകാതെ കബളിപ്പിച്ച കേസിലെ പ്രതിയായ നെന്മണിക്കര ചിറ്റശ്ശേരി കരയാൻ വീട്ടിൽ അയ്യപ്പൻ മകൻ വിനോദിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനോദിന്റെ പേരിൽ അടച്ചിട്ട വീടുകളിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഇരിഞ്ഞാലക്കുട, കാട്ടൂർ, കൊടുങ്ങല്ലൂർ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. പുതുക്കാട് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 വർഷത്തിൽ രജിസ്റ്റർ ചെയ്ത മോഷണ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലായിരുന്ന പ്രതി വിനോദ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ചാലക്കുടി DYSPയുടെ മേൽനോട്ടത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, NK വിശ്വനാഥൻ, പോലീസ് ഉദ്യോഗസ്ഥരായ VA ഷിമിർ, VD അജി, PA അരുൺ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK റാഫേൽ അധ്യക്ഷത വഹിച്ചു. P തങ്കം, ജോയ് മണ്ഡകത്ത്, KA ഹനീഫ, PP പുഷ്പാഗതൻ, PS സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സാഹിത്യകാരൻ ദിലീപിനെ ആദരിച്ചു. ചാലക്കുടി IDBI ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിനായി വാങ്ങിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കമ്പ്യൂട്ടറുകൾ, വാട്ടർ പ്യൂരിഫയർ, മൈക്ക് തുടങ്ങിയവയാണ് കൈമാറിയത്.
വിതരണോദ്ഘാടനം നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ആലിസ് ഷിബു നിർവഹിച്ചു. PTA പ്രസിഡന്റ് VH ധനീഷ് അധ്യക്ഷനായി. IDPI ഡെപ്യൂട്ടി ജനറൽ മാനേജർ SP ആനന്ദ് പദ്ധതി വിശദീകരണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, പ്രധാന അധ്യാപിക A ജയശ്രീ, നൈന ഓസ്റ്റി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ചാലക്കുടി സെൻട്രലിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനവും ഫൈൻ ആർട്സ് അസോസിയേഷൻ ഉദ്ഘാടനവും നടന്നു. യൂണിയൻ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ CR ദാസ് നിർവഹിച്ചു. കലാഭവൻ ജയൻ ഫൈൻ ആർട്സ് അസോസിയേഷൻ ഉദ്ഘാടനവും ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ VS സുരേഷ് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി മുഖ്യാതിഥിയായി. കോളേജ് യൂണിയൻ ചെയർമാൻ KS സുജിത്, P സിന്ധു, ജെർണി വർഗീസ്, ഷിലിൻ ഷിബു എന്നിവർ സംസാരിച്ചു. കെടാമംഗലം വ്യാസമഹാസഭ ശ്രീ തലക്കാട്ട് ഭഗവതി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ താലപ്പൊലി ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മഞ്ഞുമൽ ശംഭു നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി KS അരുൺ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് താലം എഴുന്നള്ളിപ്പും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ഞായറാഴ്ച രാവിലെ സർപ്പം പാട്ട്, വൈകിട്ട് സുവർണ ജൂബിലി സാംസ്കാരിക സമ്മേളനം കവി ആലങ്ങാട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ വ്യക്തിത്വങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് ആദരിക്കും. ചടങ്ങിൽ 3 വീട്ടുകാർക്ക് വിവാഹ ധനസഹായം വിതരണം ചെയ്യുമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ CK രാധാകൃഷ്ണൻ, CD ജിനീഷ്, KS സാദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചൊവ്വാഴ്ച നാദസ്വരം, പഞ്ചാരിമേളം, പഞ്ചവാദ്യം എന്നിവയോടെ ആറാട്ട് മഹോത്സവം നടക്കും. പുത്തുകാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. താലപ്പൊലി ദിവസം രാത്രി ക്ഷേത്രത്തിലെത്തിയ വിവിധ തട്ടകത്തെ വിവിധ സമുദായങ്ങൾ ക്ഷേത്രത്തിലെത്തി ദേവിയെ കണ്ട് വണങ്ങിയതോടെയാണ് ഈ വർഷത്തെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് സമാപനമായത്. വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ കാളക്കളിയും വട്ടമുടിയും മരം കൊട്ടും മുടിയാട്ടവുമായി നിരവധി പേരാണ് ക്ഷേത്ര സന്നിധിയിലെത്തി ദേവിയെ കണ്ട് വണങ്ങിയത്. CM വേലായുധൻ, PM കൃഷ്ണൻകുട്ടി, ശബരീശൻ വട്ടേക്കാട്, ഗോപി ചെറുവത്തൂർ, മോഹനൻ പാട്ടാളി, വിനയൻ പാട്ടാളി എന്നിവർ നേതൃത്വം നൽകി. കോണത്തുകുന്ന് മനക്കലപ്പടി പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രം തന്ത്രി ചെറുമുക്ക് ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ വിശേഷാൽ പൂജകളും കലശപൂജയും നടന്നു. കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പാണ്ടിമേളം, വിളക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പാഞ്ചാരി, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, ബ്രാഹ്മണിപ്പാട്ട്, തായമ്പക, ഗുരുതി എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മേലൂർ കാലടി ശിവക്ഷേത്രത്തിലെ തിരുവുത്സവം 28 മുതൽ ഫെബ്രുവരി 4 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 28 ചൊവ്വാഴ്ച വൈകിട്ട് 6:30 കൊടിയേറ്റം നടക്കും. 2ാം ദിവസം ഉത്സവബലി, ശീവേലി, വിളക്കെഴുന്നള്ളിപ്പ്, വലിയ വിളക്ക്, പള്ളിവേട്ട, തൃക്കാലടിയയ്യപ്പൻ സേവാകീർത്തി പുരസ്കാര സമർപ്പണം, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. 8ാം ദിവസം ചൊവ്വാഴ്ച ആറാട്ടിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. വാർത്താ സമ്മേളനത്തിൽ PR ജയന്തൻ നമ്പൂതിരി, PG നാരായണൻ, PS പ്രീതികുമാർ, MP രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനധികൃത കൃത്രിമ പാരി നിർമ്മാണ വസ്തുക്കളുമായി കർണാടക ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബോട്ടും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി. ആനയുടെ മസ്തകത്തിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വച്ചു. ആനയുടെ മുറിവിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്താനായില്ല. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കണ്ണിക്കുളങ്ങര നെടുമ്പുരയ്ക്കൽ മുഹമ്മദ് ഷാഫിയെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.